ഹലോ മക്കളെ, എല്ലാവർക്കും മെച്ചുപോട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ യൂട്യൂബിൽ ഇങ്ങനെ അപ്പാവുന്ന ഓരോ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അല്ലേ. നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിനെ ഇങ്ങനെ കീറി മുറിച്ച് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, അത് എങ്ങനെ പഠിക്കണം, അത് ആദ്യം ഏത് പഠിക്കണം, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ചാപ്റ്റർ ഇങ്ങനെ സെറ്റാക്കി വരികയാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ചാപ്റ്ററിന് ചോദിച്ചേക്കുന്ന മാർക്കിനെ കുറിച്ചൊക്കെ ഒരു ചെറിയ ഡിസ്കഷൻ നടത്താറുണ്ടല്ലോ. ഓക്കെ, അത് തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്, നമുക്ക് ഈ എക്സാമിന് എങ്ങനെയാണോ ഈ പറഞ്ഞതുപോലെ ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എന്നാലും എക്സാമിന് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾ നോക്കുന്ന സമയത്ത് ഏതാണ് കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, അങ്ങനെ പഠിച്ചാൽ എന്താണ് ഗുണം എന്നൊക്കെയുള്ള രീതിയിൽ ഗുണം കൂടുതലാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാം അല്ലേ. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഒന്നാമത് ചാപ്റ്ററും രണ്ടാമത് ചാപ്റ്ററും മൂന്നാമത് ചാപ്റ്ററും എത്തിയിട്ടുണ്ട്. ആസ് വി ഓൾ നോ അല്ലേ, നമുക്കറിയാവുന്നില്ല, നമുക്ക് ഓണത്തിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 5 ചാപ്റ്റേഴ്സാണ്. എന്ന് വരെ ഓർഗനൈസിങ് വരെയുള്ള ചാപ്റ്റേഴ്സാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മുടെ ഓണപരീക്ഷയ്ക്ക് അല്ലേ. ഇപ്പോൾ പല സ്കൂളത്തെ കുട്ടിയൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഈ ക്ലാസ് ഒന്നും എടുത്തിട്ടില്ലല്ലോ സാറേ എന്ന് പറയുന്നവരൊക്കെ ഉണ്ടാവും. എനിവേ, ഇതെന്തായാലും നമുക്ക് എന്ത് ചെയ്യും, അടുത്ത എക്സാമിന് ഉപകരിക്കല്ലോ, ഇറ്റ്സ് നോട്ട് എ വേസ്റ്റ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്ററിൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചു പോവാം. ഓക്കെ, എന്തൊക്കെയാണ് അതിൽ പറയുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശം എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ അല്ലെങ്കിൽ ഈ ചെറിയൊരു വീഡിയോ, ഒരു 5 minutes to 8 minutes ഉള്ള ഒരു ചെറിയ വീഡിയോ ആയിരിക്കും. അതിലധികമൊന്നും ഞാൻ പറഞ്ഞു പോകില്ല. പറഞ്ഞതുപോലെ തന്നെ ചാപ്റ്റർ എന്താണെന്ന് നോക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ് സ്റ്റഡീസിൽ +2 ബിസിനസ് സ്റ്റഡീസിൽ ഏകദേശം 5ഓളം ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ചെറിയ ചാപ്റ്ററുകളാണ്. നമുക്ക് ഒരുപാട് നേരമൊന്നും പറയാനോ പഠിക്കാനോ ഒന്നുമില്ല. കുറച്ച് ടോപ്പിക്സ് ഇല്ലേ. സെക്കൻഡ് ചാപ്റ്ററിലൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ വെറും 4 ടോപ്പിക്സാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ആ ടോപ്പിക്സിൽ ഇമ്പോർട്ടൻ്റ് ഏതാണ് എന്നൊക്കെ രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 4 ആയിട്ടുള്ള ഏതാണ്, പ്ലാനിങ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ പ്ലാനിങ് എന്ന് പറയുന്ന ചാപ്റ്റർ ശരിക്കും നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓർമ്മ വരും, എടാ ഇതൊക്കെ എനിക്ക് അറിയുന്നതാണല്ലോ, ഇതൊക്കെ എൻ്റെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആണല്ലോ. അപ്പോൾ ഇത് വലിയ കാര്യമൊന്നുമില്ലല്ലേ, എന്ന് വെച്ചാൽ വലിയ ഒരുപാടൊന്നും പഠിക്കാനില്ലല്ലേ. നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്താൽ മതി, ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ചാപ്റ്റർ നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെ കുറേ ടോപ്പിക്സ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ വെറുതെ ടെൻഷനൊന്നും അടിക്കേണ്ട. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന, അല്ലെങ്കിൽ വെറും 2, 3, 4, 5 പോയിന്റുകൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലാനിങ് എന്ന് പറയുന്ന ചാപ്റ്ററിന് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഈ ചാപ്റ്ററിൻ്റെ മാർക്കിംഗ് വെയിറ്റേജിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എത്രയാണ്, ഒരു 15 മാർക്സ് ഒക്കെ തന്നെയാണ് അല്ലേ. എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ഏകദേശം 5 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും. ഓക്കെ, പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു പക്ഷേ ഈ സ്കൂൾസാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത് എന്നെങ്കിൽ ചിലപ്പം ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് കുറയാൻ മതി. ചിലപ്പോൾ ഒരു 50 മാർക്സിൻ്റെ എക്സാമോ 40 മാർക്കിൻ്റെ എക്സാമൊക്കെ നടത്തുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, മാർക്കിങ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, എന്നാലും നമ്മൾ എന്ത് ചെയ്യണം, ഈ ചാപ്റ്ററിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട് അല്ലേ, അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഈ ചാപ്റ്ററിനെ നമ്മൾ അങ്ങോട്ട് ഇതുപോലെ കീറി മുറുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 1, 2, 3, 4, 5, 6 ഏകദേശം ഒരു 6 ടോപ്പിക്സ് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതിൽ ചില പോയിന്റ്സ് എന്താണ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഈ ചാപ്റ്റർ പഠിച്ചു തുടങ്ങും നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചിരിക്കേണ്ട 2-3 ടോപ്പിക്സ് ഉണ്ട്. അത് ആദ്യം പഠിക്കുക, എന്നിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ബാക്കി ടോപ്പിക്സിലേക്ക് പോകാൻ പാടുള്ളൂ. ഓക്കെ, അതെന്തിനാണ് അങ്ങനെ പഠിക്കുന്നത്, നമ്മൾ ആദ്യം എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം സ്കോർ ചെയ്ത് വെക്കുകയാണ്, എന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് പഠിക്കാണ്ടെന്നൂടെ മാഷേ, അങ്ങനെ വേണ്ട. ഓക്കെ, നമുക്ക് എന്ത് ചോദിച്ചാലും നമ്മൾ എന്തായിരിക്കണം, നമ്മുടെ കയ്യിൽ ആൻസർ ഉണ്ടാവണം. പക്ഷേ ഇനിയിപ്പോൾ ഇൻ കേസ് ലാസ്റ്റ് മിനിറ്റിലൊക്കെ ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ, അതല്ല, ഇനി ഓരോ ചാപ്റ്റേഴ്സിലും ഇനി കുറച്ച് സമയം നിങ്ങൾ പഠിക്കാനുള്ളൂ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇമ്പോർട്ടൻ്റ് ഉള്ള സാധനങ്ങൾ കൃത്യമായിട്ട് വെച്ചേക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പറഞ്ഞതുപോലെ ഓരോ ചാപ്റ്ററിലെയും ഞാൻ ആദ്യം പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, യു ജസ്റ്റ് ഫോളോ ദാറ്റ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കണ്ടൊക്കെ ഓരോ ചാപ്റ്റേഴ്സിലും ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത്. ആൻഡ് ഐ ആം 100% ഷുവർ ദാറ്റ് അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മാർക്ക് ഉണ്ട്, കുറച്ച് ചാപ്റ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ ആ ചാപ്റ്റേഴ്സിന് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, സ്ഥിരമായി ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഇതിനെ മൊത്തത്തിലൊന്ന് കീറി മുറിച്ച് ആദ്യം ഒന്ന് പറയാം, എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യാം, ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഓക്കെ, ഏതാണ് ഫസ്റ്റ് പഠിക്കേണ്ടതെന്ന് ആദ്യം തന്നെ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ മീനിങ് അല്ലേ, ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നമ്മൾ പഠിക്കണം. മീനിങ് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമാണ് അല്ലെ. പ്ലാനിങ് എന്താണ്, തിങ്കിങ് ബിഫോർ ഡൂയിങ് എന്ന് പറയുന്ന വളരെ ഈസി ആയിട്ടുള്ള അല്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു പോയിന്റ് ആലോചിച്ചാൽ മതി, അതിനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂടാ, ജസ്റ്റ് മീനിങ്, തിങ്കിങ് ബിഫോർ ഡൂയിങ് എന്നുള്ളത് അല്ലേ. ഇനി ഒരു ഓർഗനൈസേഷൻ്റെ ടേമിലേക്കൊക്കെ പറയുകയാണെങ്കിൽ ഒന്ന് അടിപൊളിയാക്കണമെങ്കിൽ എന്ത് ചെയ്തോ, ഇങ്ങനെ എഴുതിക്കോ, ഹൂ ഈസ് ടു ബി ഡൺ, വെൻ ഈസ് ടു ബി ഡൺ, വേർ ഈസ് ടു ബി ഡൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി ഹൂയും വെന്നും വാട്ടും ഒക്കെ അങ്ങോട്ട് കേസെറ്റി കൊടുത്താൽ ഒരു വലിയ ഡെഫിനിഷൻ ആവുകയും ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അടുത്തതാണ് ഇമ്പോർട്ടൻസും ഉണ്ട്, ഫീച്ചേഴ്സും ഉണ്ട്.
പ്ലാനിങ് എന്താണ്, പ്ലാനിങ് പ്രൈമറി ഫംഗ്ഷനാണ്, ഫ്യൂച്ചറിസ്റ്റിക് ആണ്, ക്രിയേറ്റീവ് ആണെന്നൊക്കെ പറയുന്ന വളരെ ചുരുക്കം കുറച്ച് പോയിന്റ്സ്, അതിൽ പെർവസീവ് ആണ്, ഡൈനാമിക് ആണെന്നൊക്കെ പറയുന്ന ചെറിയ 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 പോയിന്റുകൾ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ മാനേജ്മെൻറ്റിൽ പഠിച്ച കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സും ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് ഇവിടെയും ഡിസ്കസ് ചെയ്യുന്നത്. അത് അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യും കേട്ടോ. ഇനി പഠിക്കാൻ പോകുന്ന 5 ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ആണ്. അപ്പോൾ ഒരു മാനേജ്മെൻറ്റിനുള്ള ഫീച്ചേഴ്സും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ ആർക്കും ഉണ്ടാവും, അതിൻ്റെ ഫംഗ്ഷൻസിലുണ്ടാവും എന്നാലോചിക്കുക. അപ്പോൾ അത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറേ ഇതൊക്കെ നമ്മൾ കുറേ കേട്ടതാണല്ലോ, ഇത് കുറേ ഡിസ്കസ് ചെയ്തതാണല്ലോ എന്ന് തന്നെ നിങ്ങൾക്ക് തോന്നും. ഓക്കെ, ബട്ട് നോട്ട് വെറി, എന്ത് ചെയ്യേണ്ട, പേടിക്കേണ്ട. അത് എന്ത് ചെയ്യാം, ഈ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ സ്കോർ ഗുഡ് മാർക്ക് ഓവർ ദർ. ഓക്കെ, അതിനുശേഷം നമ്മൾ പറയുകയാണ് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്, സം നെഗറ്റീവ്സ്. വാട്ട് ആർ ദ നെഗറ്റീവ് പാർട്ട് ഓഫ്, അല്ലെങ്കിൽ ഈ പ്ലാനിങ്ങിനെ ലിമിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പഠിച്ചു വെച്ചേക്കുക. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് എ പ്ലാനിങ് പ്രോസസ് എന്നുള്ളതാണ് അല്ലേ. 7ഓളം സ്റ്റെപ്പ് വരുന്ന ഒരു പ്ലാനിങ് പ്രോസസ്സ് ഉണ്ട്. ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നത് മുതൽ പ്രിമൈസസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ആൾട്ടർനേറ്റീവ് ചെയ്യുന്നത്, സെലക്ഷൻ, ഇവാലുവേഷൻ, സെലക്ഷൻ, അതേപോലെ തന്നെ അവസാനം ഇംപ്ലിമെൻറ്റേഷൻ, ഫോളോ അപ്പ് എന്ന് പറയുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട് അല്ലേ. ജസ്റ്റ് സ്റ്റഡി ദാറ്റ്. അത് ആ ഒരു സ്റ്റെപ്പായിട്ട് അങ്ങോട്ട് പഠിച്ചു വെച്ചാൽ മക്കളെ കിട്ടി, എന്തായാലും ഇതിൽ നിന്ന് വരുന്നുള്ളതാണ്. പിന്നെ ടൈപ്സ് ഓഫ് സിംഗിൾ യൂസും സ്റ്റാൻഡിങ് പ്ലാനും പറയുന്നുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി വി നോ എന്താണ് സ്റ്റാൻഡിങ് പ്ലാൻ അല്ലേ. ഒരുപാട് വട്ടം യൂസ് ചെയ്യുന്നത്, സിംഗിൾ യൂസ് ലൈക്ക് എ ഡിസ്പോസിബിൾ, വൺസ് ഇറ്റ് യൂസ് ആൻഡ് ത്രോ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ എന്ന് ജസ്റ്റ് ഇൻ 1-5 മിനിറ്റ്സിൽ പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ അതിൻ്റെ റീഅറേഞ്ച്ഡ് ഫോം കാണാം. ഏറ്റവും ആദ്യം ഈ ചാപ്റ്റർ നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത്? യു ഷുഡ് ലേൺ ദ പ്ലാനിങ് പ്രോസസ്സ് എന്നുള്ളതാണ്. ഫസ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യമാണ് പ്ലാനിങ് പ്രോസസ്സ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുന്ന സമയത്ത് അവർ ഒരുപാട് ഇമ്പോർട്ടൻറ്റോട് കൂടി ചോദിച്ചൊരു ചോദ്യമാണ് പ്ലാനിങ് പ്രോസസ്സ് എന്നുള്ളത്. ഒരു 22 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വരെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. സോ ദേ വിൽ ആസ്ക് ഫോർ യു. ഈ ഒരു എക്സാമിനും അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഭാഗം എന്തായിരിക്കും? ഇത് തന്നെയായിരിക്കും. അത് ഏത് സ്കൂളായിക്കോട്ടെ, ഏത് മാഷുമാരായിക്കോട്ടെ, ദാറ്റ് പാർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ യു ലേൺ അബൌട്ട് ദ ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. യൂഷ്വലി ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് അങ്ങനെ ചോദിച്ച് കാണാറില്ല, പക്ഷേ കുറച്ച് വർഷങ്ങളായിട്ട് ചോദ്യ പേപ്പറുകൾ ലിമിറ്റേഷൻ്റെ ഭാഗങ്ങൾ ഇങ്ങനെ കയറി വരുന്നുണ്ട്. സോ ദാറ്റ് പാർട്ട് ഷുഡ് ബി ലേൺ ബൈ യു. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വെച്ചേക്കുക. പ്ലാനിങ്ങിന് ലിമിറ്റേഷൻസ് വെറും 5 എണ്ണം പഠിച്ചു വെച്ചാൽ മതി. ഇതിൽ എന്ത് ചെയ്യുക, 5 ലിമിറ്റേഷൻസ് മാക്സിമം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതുള്ളൂ കേട്ടോ. ആൻഡ് കമ്മിങ് ടു ദ ടൈപ്സ് ഓഫ് പ്ലാൻ, അതും ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിട്ട് ഈ ഓണം എക്സാമിന് നമ്മൾ കാണുന്നുണ്ട്. കാരണം ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ചൊക്കെ ഒന്ന് കൺഫ്യൂസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് പഠിക്കാൻ എന്താണ് പറഞ്ഞതുപോലെ തന്നെ അത്ര കൊടുത്തിട്ടില്ല, എന്നാലും ചിലപ്പോൾ ഒരു കൺഫ്യൂസിങ് സ്റ്റേജിലേക്ക് എത്തിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, സിംഗിൾ യൂസിങ് സ്റ്റാൻഡിങ്ങിലുണ്ട്. അപ്പോൾ അത് ചിലപ്പം അവരൊന്നും കൂടി ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ചോദിക്കാൻ എളുപ്പമുള്ള ഭാഗവുമാണ് അത്. ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് പ്ലാൻസ് ഒന്നും, അല്ലെങ്കിൽ 3-4 പ്ലാൻസ് തന്നിട്ട് അതൊന്ന് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ഉള്ള ഒരു ഭാഗം ഒരുപക്ഷെ നിങ്ങൾക്ക് ചോദിച്ചേക്കാം എന്നുള്ളത്. ശേഷം ഇമ്പോർട്ടൻസും ഫീച്ചേഴ്സും പഠിച്ചു വെച്ചേക്കാം. ഈ പറഞ്ഞതുപോലെ തന്നെ എന്തുണ്ട്, ഈ ഫീച്ചേഴ്സും ഇമ്പോർട്ടൻസ് ഒക്കെ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. ആ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഠിക്കാൻ പറ്റില്ലേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുകയാണ് എവിടെ നിന്നാണ് ഇത് കുറച്ചും കൂടി അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുക, ഇത് കുറച്ചും കൂടി ക്ലാസ്സസ് ഒന്നും കൂടി ഒരു റെക്കോർഡഡ് ക്ലാസ്സൊക്കെ കിട്ടിയില്ലെങ്കിൽ നല്ലതായിരുന്നു, യൂട്യൂബിലൊന്നും നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, കുറച്ചൊക്കെ മിസ് ഔട്ട് ആവുന്നുണ്ട്, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ എഡ്യൂപോർട്ട് ഹാസ് എ ആൻസർ ഫോർ യു അല്ലേ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 999 റുപ്പീസിൻ്റെ ഒരു ഓണം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഓണം എക്സാമിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഒരു കോഴ്സ് ഇറക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ബാച്ചിനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി എന്ത് ചെയ്യേണ്ട, ഒട്ടും വൈകിപ്പിക്കേണ്ട, പെട്ടെന്ന് തന്നെ അതിൽ ജോയിൻ ചെയ്യുക. ഒരുപാട് PYQസും അതേപോലെ തന്നെ ഒരുപാട് ഇതും വരുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഈ ഓണം സ്പെഷ്യൽ എന്ന് പറയുന്ന ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത്. സോ യു ഷുഡ് ലേൺ അബൌട്ട് ഓൾ ദീസ് തിങ്സ് എന്നും കൂടി മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ആ പറഞ്ഞ കാര്യം ഇതാണ്, എന്താണ്, ഓണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓണം എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് എന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയുന്നത്, നമ്മുടെ ക്ലാസ്സിൻ്റെ എല്ലാവിധ ലിങ്ക്സും കാര്യങ്ങളും, യൂട്യൂബിൽ വരുന്ന ഈ വീഡിയോസിൻ്റെ കാര്യങ്ങളും, നമ്മുടെ കോഴ്സിൻ്റെ കാര്യങ്ങളും, അതേപോലെ എഡ്യൂപോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ നോട്ട്സിൻ്റെ കാര്യങ്ങളും, ഈ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് നോട്ട്സ്, മോഡൽ എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഇത് പറയുന്നത്. ഓണം എക്സാം സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ അടിയിൽ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ. ഓക്കെ, യു ക്യാൻ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ക്ലിക്ക് ചെയ്തിട്ട് ആ കമ്മ്യൂണിറ്റിയിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. മൈക്രോബിറ്റ് നോട്ട്സ്, PYQ, മോഡൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ചാപ്റ്റർ വൈസ് സമ്മറി എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, ഈ ഓണം എക്സാം എന്ന് പറയുന്ന സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ യു വിൽ ബി അവൈലബിൾ ഓൾ ദീസ് തിങ്സ്. ഓക്കെ, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എഡ്യൂപോർട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇനിയും കിട്ടാനുണ്ട്. യു ഹാവ് ജസ്റ്റ് സ്റ്റാർട്ടഡ് ഓൺലി അല്ലേ. നമ്മൾ +2ൻ്റെ ഫസ്റ്റ് എക്സാമിന് വേണ്ടി അപ്പിയർ ചെയ്യുന്നേ ഉള്ളൂ. ഇനിയും ഒരുപാട് എക്സാംസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാനുണ്ട്. എല്ലാവർക്കും എല്ലാ എക്സാമിനും ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് ഐ എം സ്റ്റോപ്പിംഗ് ദിസ് വീഡിയോ. ഓക്കെ, താങ്ക് യു.